മത്തായി സുവിശേഷം 13-ാം അധ്യായം 45-46 വാക്യങ്ങൾ നമുക്കെല്ലാം വചനത്തിൽ നല്ല പ്രബുദ്ധരായ നമുക്കെല്ലാവർക്കും ആ സംഭവം നമുക്കറിയാം. വിലയേറിയ മുത്തുകൾ തേടുന്ന ഒരു മനുഷ്യൻ്റെ സംഭവത്തെ മത്തായി സുവിശേഷം 14-ാം അധ്യായം 45-46 വാക്യങ്ങൾ വായിച്ചിരിക്കുന്നു. ആ ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കൂട്ടുപ്രവർത്തകരായ ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങളും പ്രാർത്ഥനയുടെ വിടുതലുകളും ദൈവശക്തിക്ക് കീഴ്പ്പെട്ടുള്ള ഒരു ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്ത ഓരോ കാൽച്ചുവടുകളും നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ മണി പവർ കൊണ്ടും നമ്മുടെ മസിൽ പവർ കൊണ്ടും മാനുഷിക ശക്തി കൊണ്ടും ശതാബ്ദിയുടെ പാരമ്പര്യം കൊണ്ടും നമുക്ക് ദൈവസഭയുടെ വളർച്ച ഇനി കാണാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം, ഇന്ന് രാത്രി നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ശക്തിക്ക് ഞാൻ വഴങ്ങിത്തരികയാണ്, നിന്റെ വചനത്തെ ഞാൻ വിശ്വസിക്കുകയാണ്, നിന്റെ പ്രവർത്തികൾ നിന്നുപോയിട്ടില്ല. ഇവിടെ ഒരുപാട് അബണ്ടൻ മിറക്കിളുകൾ തുടർമാനമായിട്ട് നടന്ന ഒരു സ്ഥലമാണ് ഈ നമ്മൾ നിൽക്കുന്ന പുൽപ്പിറ്റ്. മാനസിക രോഗികളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കി. ഭൂതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കീഴ്പ്പെടുവാനിടയായി. കൃപാവരങ്ങളാൽ നമ്മുടെ പിതാക്കന്മാർ ജ്വലിക്കുവാനിടയായി. 1000 ലക്ഷക്കണക്കിന് പ്രവചന ശബ്ദങ്ങൾ ഈ ആലയത്തിനകത്ത് മുഴങ്ങിക്കേൾക്കുവാനിടയായി തീർന്നു. ഞായറാഴ്ച സൺഡേ സ്കൂള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പഴയ ആലയത്തിൻ്റെ, ഈ ആലയത്തിൻ്റെ അല്ല, പഴയ ആലയത്തിൻ്റെ വാതുക്കൾ പാസ്റ്റർ എഡ്വിൻ കനകരാജ് ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ വിദൂരതയിൽ നിന്ന് ഒരു മാതാവ് ഒരു കൊച്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ശാലയംപുരി പ്രാർത്ഥനാലയത്തിൻ്റെ, ആ പഴയ പ്രാർത്ഥനാലയത്തിൻ്റെ മുറ്റത്തേക്ക് വരുവാനിടയായി. ഓടി വന്നിട്ട് ഈ ചെറിയ കുഞ്ഞിനെ പ്രാർത്ഥനാലയത്തിൻ്റെ മുമ്പിലോട്ട് അവർ കിടത്തുവാനിടയായി. അപ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. പ്രാണവായുവിന് വേണ്ടി, അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. എന്നാൽ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പാസ്റ്റർ എഡ്വിൻ കനകരാജ് ഇറങ്ങി വന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ച് ആ മാതാവ് സന്തോഷത്തോടെ ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഒരു ശക്തിക്കും ദൈവപ്രവർത്തികളെ തടയുവാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ നിന്നുപോയിട്ടില്ല. എത്ര പേരൊന്ന് രാത്രി വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ അത് നമ്മിൽ കൂടി, ഈ തലമുറയിൽ നമ്മിൽ കൂടി എൻ്റെ ദൈവം അത് ആവർത്തിക്കുവാനിടയായി തീരും.